എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോളിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ സ്ഥലം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാഞ്ഞിരംകൊല്ലിയിൽ അളകാപുരി വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അധികം പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ അളകാപുരി വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലുള്ള കേട്ടോ, തൊട്ട് മുന്നിലായിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് റേഞ്ചിലാണ് കേട്ടോ അളകാപുരി വെള്ളച്ചാട്ടം വരുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമാണിത്. മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 25 രൂപയും വിദേശികൾക്ക് 150 രൂപയാണ് കേട്ടോ നിരക്ക്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് വെറും 10 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരുപാട് ആളുകൾ കൂടുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. നമ്മൾ ക്യാരി ചെയ്യാൻ ബോക്സോ അല്ലെ ബാഗോ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഫുള്ള് മഴയത്ത് കുളിച്ചിട്ടാണ് ഉള്ളത്. എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. വണ്ടി എടുത്തതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ യാത്രയാണ്. അത് നേരെ ഇങ്ങോട്ടേക്ക് നമ്മളെ നാട് തന്നെ. നമ്മളെ നാട്ടിൽ ഇത്ര അടിപൊളി സ്പോട്ട് ഉണ്ടായിട്ട് നമ്മൾ മിസ് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ എന്താ പറയണ്ടത്, വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. ഇന്ന് പിന്നെ മഴയാണ്, ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ അത്ര നല്ല മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല മഴയുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ച ശശിപ്പാറയുടെ വ്യൂ നമുക്ക് കിട്ടാതിരുന്നത്. പക്ഷേങ്കിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മഴയുള്ള സമയത്ത് തന്നെ വരണം കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നിനക്കെന്താണ് അഭിപ്രായം തോന്നുന്നത്? ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവന് ഭയങ്കര കുറച്ചൊരു മടിയാണ് ഫേസ് ചെയ്യുന്നത്. പക്ഷേ ആൾ ഭയങ്കര പുലിയാണ് കേട്ടോ, ഭയങ്കര സംഭവമൊക്കെയാണ്. അപ്പോൾ ഇവനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ കൂടി നമ്മൾ ഇറക്കുന്നുണ്ട്, ഇവൻ്റെ ഒരു കഴിവൊക്കെ കാണിച്ചിട്ടുള്ളത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ തള്ളി മറിക്കുന്നതല്ല എന്നുള്ളത്. മഴയത്ത് വീട്ടിലിരിക്കുന്നവരോട് എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ കേട്ടോ. മഴയത്ത് നിങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂസൊക്കെ കിട്ടും, വിഷ്വലൈസേഷൻ അടിപൊളിയായിരിക്കും, ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൺഡേ ആയത് കാരണം അത്യാവശ്യം തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ തിരക്കുണ്ട്. ആളുകളൊക്കെ പുറകെ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ, ഒരുപാട് ആളുകളൊക്കെ പുറകെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദൂരേ ഉള്ളൂ നമ്മൾ ആ വാട്ടർഫോളിലേക്ക്. കണ്ണൂരിലുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ഫേമസ് വാട്ടർഫോൾ എന്ന് തന്നെ നമുക്കിതിനെ പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ വേറെ ഒരു ഇത്ര വലിയ വാട്ടർഫോൾ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ, വൺ ഓഫ് ദ ഫേമസ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ്. ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്, പക്ഷേങ്കിൽ അതിനേക്കാളും വളരെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോളാണ് കേട്ടോ ഇത്. ഇതിന് നമ്മളെ കയ്യിൽ ഡ്രോൺ ഇല്ല. ഡ്രോൺ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. എന്തോ നമ്മളതിന് ഡ്രോണൊക്കെ നമുക്ക് സെറ്റാക്കണം, എന്നാൽ മാത്രം നമുക്കൊരു എന്താ പറയുക, നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ ഭംഗി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളിവിടെ എത്തിയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂസ് ഉണ്ടായിരുന്നു, ഇവിടെ പോകുന്നത് സേഫാണോ എന്നൊക്കെയുള്ളത്. പക്ഷേങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല മഴയുള്ള സമയത്ത് തന്നെയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടത് എന്നുള്ളത്. കാരണം അത്രയ്ക്ക് വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സേഫ് അല്ല എന്നുണ്ടെങ്കിൽ ഇവരിത് ഓപ്പൺ ചെയ്യില്ല. കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സംഭവമാണ്. റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, അങ്ങനെ നല്ല എന്താ പറയുക കൂടുതൽ മഴയുള്ളതും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള സമയത്ത് ഈ സംഭവം ഇവരിത് ഓപ്പൺ ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തളിപ്പറമ്പ് റേഞ്ചിലാണ് ഈ അളകാപുരി വെള്ളച്ചാട്ടം വരുന്നതെന്ന്. പക്ഷേ നിയറസ്റ്റ് ടൗൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിട്ടി തന്നെയാണ് കേട്ടോ നിയറസ്റ്റ് ടൗൺ. നിങ്ങൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ നമുക്ക് ഇരിക്കൂർ, ബ്ലാത്തൂർ, പയ്യാവൂർ വഴി നമുക്ക് ഈ സ്ഥലത്ത് എത്താൻ പറ്റും. അതേ സമയത്ത് നമ്മൾ ഇരിട്ടി ടച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉള്ളിക്കൽ, നുച്ചാട്, മണിക്കടവ്, ഇതാണ് കേട്ടോ ഈ റൂട്ട്. അപ്പോൾ ഇരിട്ടിയിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്ററിൻ്റെ അത്ര ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന റോഡൊക്കെ വേറെ സെറ്റപ്പാണ് കേട്ടോ, വേറെ വൈബ് തന്നെയാണ്. അത് ശരിക്കും നമ്മൾ എന്നുവെച്ചാൽ ഫീൽ ചെയ്യേണ്ട കാര്യമാണ്. അത്രയ്ക്ക് മനോഹരമാണ് ചുറ്റും. പ്രകൃതിൻ്റെ ഭംഗി ശരിക്ക് കാണിക്കൽ, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുടെ ഭംഗി ശരിക്ക് കാണിക്കൽ നമ്മൾ ഇരിട്ടിയിൽ വരണം എന്ന് പറയുന്ന സത്യം കേട്ടോ. ഇവിടെ വേറെ തന്നെ ഒരു വൈബാണ് ഇരിട്ടിയിൽ വന്നു കഴിഞ്ഞാൽ. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഏകദേശം എന്ന് വെച്ചാൽ 12 മണിയാണ്. പക്ഷേ എന്നിട്ടും കോട ഇറങ്ങിയത് നിങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കേരളം എന്നല്ല വിട്ടേക്ക്, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ അങ്ങനെ തന്നെ പറയാം. അതിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടാവും. ഹെൽമെറ്റ് ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഴയാണ്, ഹെൽമെറ്റ് വേറെ വെക്കാനും സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ടാണ് തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഇവിടെ എൻട്രി ചെയ്യാൻ പോയിട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് BGM ഒക്കെ കയറ്റി ഇടുന്നുണ്ട്. പക്ഷേ എങ്കിൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ BGM ഒന്നും കയറ്റാത്തത്. വടക്കൻ മലബാറിൻ്റെ കൊടൈക്കനാൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഒരു പ്രത്യേക ക്ലൈമറ്റാണ്. നമ്മൾ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് നമുക്ക് ചെറിയ ഒരു എന്താ പറയണ്ടത് ചെറിയ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തുന്ന സമയത്ത് കാടിൻ്റെ ഉള്ളിലൂടെ നടന്ന് നമ്മളിവിടെ എത്തുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ,
വേറെ തന്നെ ഫീലാണ്. എന്തുകൊണ്ടാണ് കൊടൈക്കനാൽ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കൊടൈക്കനാലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അതേ വൈബ് തന്നെയാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ കണ്ണൂർ ജില്ലയിൽ ആരെങ്കിലും ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന റിക്വസ്റ്റ് ചെയ്യുന്നു, ഇവിടെ നിങ്ങളൊന്ന് പോകണം കേട്ടോ. കാരണം എല്ലാം കൊണ്ടും സേഫാണ് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നല്ല മഴയുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ബാരിക്കോഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫുള്ള് സേഫാണ്. ആളുകളൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുളിക്കുന്നതിനെ പറ്റിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലവെള്ളപ്പാച്ചിൽ വരുന്ന സമയത്ത് പല സാധനങ്ങളും ചിലപ്പോൾ മുകളിൽ നിന്ന് ഒഴുകിയിട്ട് താഴേക്ക് വരും കേട്ടോ. അപ്പോൾ അതൊരു സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്തിരി സേഫല്ല. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി കുളിക്കുന്നതിനോട് എനിക്ക് അത്ര നല്ല അഭിപ്രായമില്ല കേട്ടോ. അതൊരു ചെറിയ ഒരു റിസ്കി ഫാക്ടറാണത്. കാരണം മുകളിൽ നിന്ന് പലതും ഒഴുകി വരാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ബാരിക്കോഡുകൾ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നിലവാരത്തിൽ തന്നെയാണ് ഇവർ കീപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തെന്നിപ്പോകാനോ അങ്ങനെ നമ്മൾ എങ്ങനെ സ്ലിപ്പായിട്ട് താഴേക്ക് പോകാൻ അങ്ങനെയൊന്നും സാധ്യതയില്ല. ശരിക്കും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് കർണാടക അതിർത്തിയിലാണ് കേട്ടോ. കർണാടക അതിർത്തി എന്നല്ല, പൂർണ്ണമായിട്ടും കർണാടകത്തിൽ തന്നെയാണ്. അത് അവസാനം വരുന്ന ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ കാഞ്ഞിരംകൊല്ലി. അപ്പോൾ ഇവിടുന്ന് ഒഴുകിയിട്ട് മൊത്തം കേരളത്തിലേക്കാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇതിൻ്റെ ശരിയായ ഭംഗി നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് യൂട്യൂബിൽ തന്നെ പല ആളുകളും ഇതിൻ്റെ ഡ്രോൺ ഷോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഡ്രോണിൽ വെച്ചിട്ടുള്ള ഷൂട്ട് ഒന്നും പറയാനില്ല. ശരിക്കും അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളതായിരുന്നു. കാരണം ഇതിൻ്റെ ശരിയായ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുമോ എനിക്ക് പറയാൻ പറ്റില്ല. ഇതിനേക്കാൾ ഭംഗിയുണ്ട്. അതായത് ഈ വാട്ടർഫാൾസ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നതിനെക്കാട്ടും ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ മുകളിൽ നിന്ന് കാണാനായിട്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി പൂർണ്ണമായിട്ട് പകർത്തിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നല്ല മഴയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് ഫുള്ള് സ്പ്രേ ചെയ്തിട്ട് ക്യാമറയുടെ ലെൻസിലൊക്കെ ആയിട്ട് ഒന്നും ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ക്രൗഡ് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇന്ന് സൺഡേ ഓറഞ്ച് അലേർട്ടാണെന്ന് പറഞ്ഞിട്ടും ഒരുപാട് ആളുകൾ ഇവിടേക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇത് ക്ലോസ് ആയിരുന്നു. ഇവിടെ ഒരു ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ പല ആളുകൾ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ഭക്ഷണം വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ ആരും ഇതൊന്നും വലിച്ചെറിയാതെ എല്ലാം ഇവിടെ ഈ ഡസ്റ്റ്ബിന്നിലേക്ക് നിക്ഷേപിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതൊരു നല്ലൊരു കാര്യമായിട്ടോ, നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ട്രാവൽ ബ്ലോഗ്സിനായി നമ്മുടെ പേജ് അല്ലെങ്കിൽ നമ്മുടെ